നമസ്കാരം. റിയൽ മാഡ്രിഡിന്റെ പുതിയ ആശാൻ വന്നു. ചാബി അലോൺസോയാണ് പുതിയ കോച്ച്. 3 വർഷത്തേക്കാണ് കരാർ. ചാബി അലോൺസോ സ്പെയിനിന് വേണ്ടി 2010 ലോകകപ്പും 2008 2012 യൂറോ കപ്പും സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ അലോൺസോയുടെ ക്ലബ് എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ റിയൽ മാഡ്രിഡ്, ബയൺ മ്യൂണിക്, ലിവർപൂൾ എന്നീ വമ്പൻ ക്ലബുകൾക്ക് ചാബി കളിച്ചിട്ടുണ്ട്. കാർലോ ആൻസലോട്ടി ബ്രസീലിന്റെ കോച്ച് ആയപ്പോഴാണ് 43-കാരനായ ചാബി അലോൺസോ റിയലിന്റെ കോച്ചായി രംഗപ്രവേശനം ചെയ്യുന്നത്. ഒരു യങ് കോച്ച് എന്ന നിലയിൽ കളിച്ച എക്സ്പീരിയൻസും ഉണ്ട്. മിക്കവാറും 4-2-3-1 എന്ന ഫോർമേഷൻ ആയിരിക്കും ചാബി ഉപയോഗിക്കുന്നത്. എന്തായാലും ട്രെൻഡ് രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു ലിവർപൂളിൽ നിന്ന്. ഈ സീസണോടെ ട്രെൻഡ് റിയൽ മാഡ്രിഡിലേക്ക് ചേക്കേറും. എന്തായാലും ട്രെൻഡിന് ഒരു അറ്റാക്കിംഗ് റോളിലായിരിക്കും കളിക്കാനുള്ള സാധ്യത. റോഡ്രിഗോ എന്തായാലും ടീം വിടാനാണ് സാധ്യത. റിയൽ മാഡ്രിഡിന്റെ കിലിയൻ എംബാപ്പയുടെ അവസ്ഥ ഇപ്പോൾ രസകരമാണ്. മികച്ച ഫോമിലാണ് കക്ഷി. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് അടിക്കണം എന്ന് പറഞ്ഞ് റിയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയ എംബാപ്പെ പക്ഷെ സെമിഫൈനലിൽ പൊട്ടി. അയാളുടെ പഴയ ക്ലബായ പാരീസ് സാന്റ് ജെർമൻ മെയ് 31 ഇന്റർ മിലാനോട് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിക്കും. കൂടാതെ ഈ സീസണിൽ അവർ 2 കപ്പ് ഓൾറെഡി അടിച്ചു കഴിഞ്ഞു. ഫ്രഞ്ച് ലീഗും ഫ്രഞ്ച് കപ്പും. ഒരു ട്രെബിൾ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് എംബാപ്പേനൊട്ട സ്ട്രൈക്കറിലിട്ട് വിനീനെയും ട്രെഞ്ചിനെയും റൈറ്റ് മിഡിലും ലെഫ്റ്റ് മിഡിലും കളിപ്പിക്കും. ബെല്ലിംഗത്തിനെ ക്യാം റോളിലും, ചൂമനി ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡ് ഡിഫെൻഡ് ചെയ്യുമ്പോൾ അയാൾ ട്രാക്ക് ബാക്ക് ചെയ്ത് ഒരു CDM റോളിലേക്ക് പോകും. ചാബി അലോൺസോ കളിപ്പിക്കുന്ന ടീമിൽ ടർക്കിഷ് മെസ്സി എന്നറിയപ്പെടുന്ന ആർദ ഗുള്ളറിന് ചാൻസ് കിട്ടാൻ കൂടുതലാണ്. കാരണം അയാൾക്ക് സ്കിൽസും ഉണ്ട്, ഡ്രിബ്ലിംഗ് ക്വാളിറ്റി ഉണ്ട്. അത് നമ്മൾ ഈ സീസണിൽ കണ്ടതുമാണ്. വണ്ടർഫുൾ ഡ്രിബ്ലിംഗ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് ആർദ ഗുള്ളർ. അപ്പോ ബാക്കി വിശേഷങ്ങളുമായി പിന്നെ കാണാം. നന്ദി, നമസ്കാരം.